Good morning. Good morning, ma'am. Morning. നല്ല എടുത്ത കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയോ? ഇന്നലെ എടുത്തത് മനസ്സിലായോ? ഓക്കെ. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരുന്നു മാർക്കറ്റ് റിസർച്ച്? ഒരാളൊന്ന് പറഞ്ഞേ, എന്താ മാർക്കറ്റ് റിസർച്ച്? എന്താ? ആര് പറയും? എന്തായിരുന്നു മാർക്കറ്റ് റിസർച്ച്? ആ, റോഷ്നി പറഞ്ഞോ. മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? മാർക്കറ്റ് റിസർച്ച് എന്തായിരുന്നു? ഇന്നലെ എടുത്ത ക്ലാസ്സിൽ എന്താ പറഞ്ഞത് മാർക്കറ്റ് റിസർച്ചിനെ പറ്റി? രാധിക ആർ ഒന്ന് പറയോ? പറഞ്ഞോ. സിസ്റ്റമാറ്റിക്കലി, പിന്നെ കളക്ടിങ്, സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, പിന്നെ റെക്കോർഡിങ്ങും, പിന്നെ എന്റെ എക്സാമിനിങ്ങും, ഡേറ്റ ഇൻഫർമേഷനും. എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്ത് അത് നിരീക്ഷിച്ച് ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ. ഇനി രണ്ട് രീതിയിൽ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ്. പ്രൈമറിയിൽ വരുന്നത് പ്രൈമറി ഫീൽഡ് ടെസ്റ്റ്. ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. സർവേ. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെയാ വരുന്നത്? എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ് വഴി ട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇത്ര വരെ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നമ്മള് ഇപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സിനെ കുറിച്ചാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്തു, അനലൈസ് ചെയ്തു, ആ റിസർച്ച് അനലൈസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ. എന്താ ടാർഗറ്റ് ഓഡിയൻസ്? ആരാ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? ആരെയാ പറയാ ടാർഗറ്റ് ഓഡിയൻസ്? പേഷ്യൻസിനെ, കൺസ്യൂമേഴ്സിനെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. അതിലൊരു പോയിന്റ് എന്താണ്? ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് അവരെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. Target audience might consist of patients of a certain age, gender, location, payer type, or patients with certain clinical requirements. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ്, നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, ഏത് പേഷ്യൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സർവീസ് കൊടുക്കുന്നത്,
അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അവരാരായിരിക്കാം? ചിലപ്പോ എന്താണ് ഏജ് അല്ലെ, ഏജിൽ വ്യത്യാസമുള്ളവരായിരിക്കാം. അതുപോലെ എന്താണ് ജെൻഡർ ഡിഫറൻസ് അല്ലെ, ജെൻഡർ ഡിഫറൻസ് ഉള്ളവരായിരിക്കാം. അതുപോലെ പല ലൊക്കേഷനിലുള്ളവരായിരിക്കാം. അതുപോലെ എന്താണ് പല ആവശ്യങ്ങൾ, ക്ലിനിക്കൽ ആവശ്യങ്ങൾ ഉള്ളവരായിരിക്കാം, പല ആവശ്യങ്ങളുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇനി എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇഫ് വി വാണ്ട് ടു ട്രീറ്റ് യങ് അത്ലസ്റ്റ് പിന്നെന്താണ് വി മൈറ്റ് കൺസിഡർ ഗിവിംഗ് ടേക്ക് on sports safety and first aid tips to coaches and athletes at the local high schools, the colleges and YMCAs. എന്താ പറയുന്നത്? YMCAs എന്ന് പറഞ്ഞാല് യൂത്ത് ഓർഗനൈസേഷൻസ്. അവരെ പറയുന്നതാണ് YMCAs, യൂത്ത് ഓർഗനൈസേഷൻസ്. ഇവിടെ പറയുന്നത് നമ്മൾ എന്താണ് യങ് അത്ലറ്റ്സിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോ ഹോസ്പിറ്റലിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ് അവരെ അന്വേഷിക്കണം അല്ലെ, അവിടെയുള്ള എന്താണ് കോച്ചുകൾ, അവരെ കുറിച്ച് അറിയാവുന്ന അവരുടെ കോച്ചുകളെ പറ്റി, കോച്ചുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് കോച്ചുകളിനോട് ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ എന്താണ് പല ലോക്കൽ ആയിട്ടുള്ള സ്കൂളില്, അതുപോലെ തന്നെ ഹൈസ്കൂളിലൊക്കെ എന്താണ് പല കോച്ചുകൾ ഉണ്ടാവും അല്ലെ, അത്ലറ്റ്സിനെ എന്താ പറയാ അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന കോച്ചുകൾ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് ഇവരുടെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് ഒരു ചർച്ച നടത്തും. ഹോസ്പിറ്റലുകാരും ഇവരുമായിട്ട് ഒരു ചർച്ച നടത്തി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് നല്ല രീതിയിൽ യങ് അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട കോച്ചുകളോട് എന്താണ് ആവശ്യങ്ങൾ, അവർക്ക് എന്താണ് ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ അവർക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡുകൾ വെച്ച് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടത്തി അറിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യുന്നുണ്ട്? അവരുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും അറിഞ്ഞാൽ മതി. എന്താണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. അവർക്ക് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ പാരസെറ്റമോളിന്റെ ഇത് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കുഞ്ഞുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെ, കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അവർ സിറപ്പ് ഇറക്കുന്നത്. അതുപോലെ എന്താണ് ഡോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് എന്താണ് അഡൽറ്റുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. അത്ര ഉള്ളൂ അതിനകത്ത് പറയുന്നത് കേട്ടോ. അവരെന്തായിരിക്കാം? പല ഏജ് ഗ്രൂപ്പ്സ് ആയിരിക്കാം, പല ജെൻഡേഴ്സ് ഉണ്ടാവും, അതുപോലെ എന്താണ് പല ലൊക്കേഷനിലുള്ളവരായിരിക്കാം. പിന്നെന്താണ് ചിലപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾ അല്ലെ, ഇവരെ പോലെയുള്ള അത്ലറ്റിനെ പോലെയുള്ള പ്രത്യേക തരത്തിലുള്ള ആവശ്യങ്ങളുള്ളവരായിരിക്കാം. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റലുകളില് ഇത്തരം പുതിയ സർവീസുകൾ കൊടുക്കുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്, ഇവർക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡുകളും മറ്റും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോ പുതിയ ഒരു സർവീസ് ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ ഏത് തരത്തിലുള്ള ടാർഗറ്റ് ഓഡിയൻസ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. YMCAs എന്ന് പറഞ്ഞാല് യൂത്ത് ഓർഗൻസ്, അങ്ങനെയുള്ള സംഘടനകളുടെ അങ്ങനെയുള്ള യൂത്ത് ഓർഗൻസിനെ പറയുന്നതാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്തുള്ള മെയിൻ എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. എലമെന്റ്സ് ഒന്നും പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ എന്താണ് മാർക്കറ്റ് റിസർച്ച്, അതെന്താണെന്ന് പഠിക്കുക. അത് 2 തരത്തിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പഠിക്കുക. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഉണ്ട്, അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ആണെങ്കിൽ സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, അങ്ങനെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതെങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെന്താണ്, ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് വരെയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്ത് കിട്ടിയോ? അത് ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഐഡന്റിഫൈ ചെയ്യാം ടാർഗറ്റ് ഓഡിയൻസ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഏത് യൂസേഴ്സിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. ക്ലിയർ ആയോ? അത് ഇനി നെക്സ്റ്റ് എലമെന്റ് ആണ് എന്ത്? ഡിറ്റർമൈൻ എ ബഡ്ജറ്റ് അല്ലെ? ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അറിയോ? അത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് എന്താ? നമ്മളിപ്പോ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അതിന് എന്ത് ചെയ്യണം? ബഡ്ജറ്റ് തയ്യാറാക്കണം. നോക്കിയേ, examine financial information and come up with a marketing budget. Marketing budget will be different by the type of market a practice is in, the age of a practice, and if the practice has marketed before. There is no standard for how much a practice should take. എന്താ പറയുന്നത്? നമ്മള് ഇപ്പോ ഏതൊരു ബിസിനസ് സ്ഥാപനവും അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റൽ ആയാലും ന്യൂ സർവീസ് തുടങ്ങുമ്പോ എന്താണ് അവിടെ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി ആ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഇപ്പോ ഹോസ്പിറ്റലിനാണെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിന് അത്ര രീതിയിലുള്ള ഫിനാൻഷ്യൽ ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് എക്സാമൈൻ അല്ലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പൊ എന്റെ കയ്യിൽ അത്രയും തുടങ്ങാനായിട്ട് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം, നിരീക്ഷിച്ചിട്ട് വേണം ഓരോ ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട്. എവിടെയാണ് നമ്മളെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ക്ലിയർ ആയോ? എവിടെയാണ് നമ്മള് കണ്ടില്ലല്ലോ? നോക്കിയിട്ട് പറയാട്ടോ മിസ്. ഓക്കെ, അപ്പൊ എന്താണ്? ഷുഡ് ടേക്ക് തന്നെയാണ് കേട്ടോ അത്. ഓക്കെ ഓക്കെ, പ്രിന്റ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. 1 മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നോക്കി, എന്താണ് ഡിറ്റർമൈനിങ് എ ബഡ്ജറ്റ് അല്ലെ? നമ്മള് ബഡ്ജറ്റ് തയ്യാറാക്കണം. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ന്യൂ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പൊ അതിന്റെ കിട്ടിയോ? ഇനി എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. Market budget will be different by the type of market a practice is in. എന്താ പറയുന്നത്? ഏത് രീതിയിലുള്ള മാർക്കറ്റ് പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആണെങ്കിലും എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള സർവീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് the age of practice if എന്താ പറയുന്നത് ഏജ്, അതിന്റെ ഏജ് ഓഫ് പ്രാക്ടീസ് അല്ലെ? നമ്മൾ എന്താണ് ഇതിൽ എത്ര ഇയർ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുപോലെ എന്താ നോക്കുന്നത്? ആൻഡ് ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ. ഇത് ചെയ്യുന്നതിന്, ഈ ബിസിനസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വല്ല മുൻപരിചയമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അത് 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ്? നമ്മൾ ഏത് ബിസിനസ് ആണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് നമ്മൾക്ക് എന്താണ് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ, എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എന്താണ് നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വല്ല മുൻപരിചയങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്താ പറയുന്നത്? There is
നോ സ്റ്റാൻഡേർഡ് ഫോർ ഹൗ മച്ച് എ പ്രാക്ടീസ് ഷുഡ് ടേക്ക്. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് നമ്മള് എന്താണ്, ഇപ്പൊ ഇന്ന ബിസിനസ്, ചെറിയ ബിസിനസ് ആണ് തുടങ്ങുന്നത്, എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ അത്? ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാം, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നോക്കാട്ടോ. ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് അല്ലെ. ഇപ്പോ ചെറിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്താണ്, ചെറിയൊരു ബഡ്ജറ്റ് ആയിരിക്കും അല്ലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. വലിയ ബിസിനസ് ആണെങ്കിൽ എന്താണ്, വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോ ഇപ്പോ ഒരു ബിസിനസ്സിന് ഇന്ന ഇത്ര രൂപയ്ക്കുള്ളിൽ ഉള്ള മാനദണ്ഡം നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. പല ബിസിനസ്സിന് പല ബഡ്ജറ്റ് പ്ലാൻ ആണല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഇതിൽ പറയുന്നത്, ദർ ഇസ് നോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമ്മള് ഇത്ര രൂപയ്ക്കുള്ളിൽ ഈ ബിസിനസ് തുടങ്ങാനായിട്ട് ഇത്ര രൂപയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ എന്താണ്, ഓരോ ബിസിനസ്സിനും എന്താണ് പല രീതിയിലുള്ള ബഡ്ജറ്റ് പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായോ കൺസെപ്റ്റ്? ചെറിയ ബിസിനസ് ആണെങ്കിൽ എന്താണ്, ചെറിയ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിൽ ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇത്തിരി വലുത്, അതിനെക്കാട്ടി ഇത്തിരി വലുതാണെങ്കിൽ എന്താണ്, വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഓരോ ബിസിനസ് പ്ലാനും അതിൻ്റെതായിട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇഫ് ദ പ്രാക്ടീസ് ഈസ് ന്യൂ വി ക്യാൻ ഹോപ്പ് ടു സ്പെൻഡ് 10% or more of our annual gross income the last year you carry out the plan. എന്താ പറയുന്നത്, നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന്, ആനുവൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് അതിലേക്ക് നമ്മൾ എത്ര പെർസെന്റേജ് ആയിരിക്കും, 10% നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലെ. അപ്പോ ഇതിൽ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളിപ്പോ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് ബിസിനസ് സക്സസ് ആയിട്ട് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതെന്ത് ചെയ്യണം, അതിന്റെ പ്രൊഡക്ഷൻ നടത്തുക, അതുപോലെ തന്നെ അതിന്റെ പാക്കേജിങ്, ബ്രാൻഡിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറക്കേണ്ടതില്ലേ. അതാണ് അതിൽ പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് 10% അതിൽ കൂടുതലോ 10%ഓ അതിൽ കൂടുതലോ ഇറക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? മനസ്സിലായോ? അത് എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ ആണ്. അപ്പൊ എന്താണ് ഡിറ്റർമൈനിങ് എ ബഡ്ജറ്റിൽ പറയുന്നത് എന്താണ്, മാർക്കറ്റിംഗ് പ്ലാൻസിന്റെ എലമെന്റ്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്? ഡിറ്റർമൈനിങ് എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് തയ്യാറാക്കണം ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആണെങ്കിലും ന്യൂ സർവീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത്, മാർക്കറ്റിംഗില് അല്ലെ, മാർക്കറ്റിലൂടെ ഒരു പുതിയ ഏത് ബിസിനസ് ആണ് ഇറക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഇറക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, ഏത് സർവീസസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ എന്താണ്, എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ എന്താണ്, ഇതിന് എന്തെങ്കിലും മുൻപരിചയങ്ങളുണ്ടോ, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുൻപരിചയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിന് ഇത്ര രൂപയ്ക്കുള്ളിൽ എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പല ബിസിനസ് പ്ലാനും പല ഡിഫറെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് പ്ലാൻ ആയിരിക്കും തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ ബിസിനസ്സിന് ഇത്ര രൂപയ്ക്കുള്ളിലായിരിക്കും സ്റ്റാൻഡേർഡ്സ്, അതിനുള്ള മാനദണ്ഡങ്ങളൊന്നും വെക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളൊരു ബിസിനസ് ഇപ്പോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ അതിലേക്ക് സ്പെൻഡ് ചെയ്തിട്ട് വേണം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആയോ? ഓക്കെ ആണ്. കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോ എങ്ങനെയാണ് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. ഇനി എന്താണ് ഡെവലപ്പ്, അടുത്ത എലമെന്റ് ആണ് പറയുന്നത് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്താ? സ്ട്രാറ്റജീസ് എന്താ പറഞ്ഞത്? സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല് എന്താ മീൻ ചെയ്യുന്നത്? തന്ത്രങ്ങൾ. ഡെവലപ്പിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് അല്ലെ, മാർക്കറ്റിംഗ് തന്ത്രങ്ങള് വികസിപ്പിക്കുക. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻസ് ടു സ്റ്റാഫ് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ എന്താണ് സംതൃപ്തിക്ക് അനുസരിച്ചിട്ടാണോ അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ സ്റ്റാഫുകൾ അല്ലെ, എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ? അതുപോലെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം പല ഡിപ്പാർട്ട്മെന്റും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് വരുമ്പോ അവരെ കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു സ്ട്രക്ചർ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ സംതൃപ്തിക്ക് അനുസരിച്ചിട്ടാണോ അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അങ്ങനെ ആ സംതൃപ്തി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്, പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? കസ്റ്റമേഴ്സിന്, അവിടെ വരുന്ന ഹോസ്പിറ്റലിലുള്ള കസ്റ്റമേഴ്സ് ആണല്ലേ അവിടുത്തെ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ. നല്ല ഹോസ്പിറ്റലാണ്, ബെറ്റർ കെയറിംഗ് ആണ് കൊടുക്കുന്നത്, പലരോടും അവർ പോയി പറയും അല്ലെ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഇമേജ് അങ്ങനെ ഇൻക്രീസ് ആവുകയും അവരിലേക്ക് കൂടുതൽ പേര് വരികയും അതിലേക്ക് കൂടുതൽ പേര് വരികയും അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് കൂടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നല്ല രീതിയിൽ ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി സെക്കൻഡ് നോക്കിയേ, ഡെവലപ്പ് a patient self-scheduling system within the practice website to get rid of the need to telephone the office for an appointment. എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. എങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ എടുക്കാം അപ്പോയിന്റ്മെന്റ്സ്? രോഗികൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് രോഗികൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞേ. ബുക്കിംഗ് അല്ലെ, ബുക്കിംഗ് ചെയ്തുകൊണ്ട്. എങ്ങനെ, ഏത് വഴി ബുക്ക് ചെയ്യണം? ഏത് മീഡിയ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്? ഫോൺ ബുക്കിംഗ് വഴി ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഫോൺ മാത്രമാണോ യൂസ് ചെയ്യാം? ഈ മോഡേൺ ടെക്നോളജി ഒക്കെ വന്നപ്പോ അല്ല, ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പേഷ്യൻസിന് അവരുടേതായിട്ടുള്ള സെൽഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റ് വഴി, ഓൺലൈൻ വഴി ബുക്ക് ചെയ്തെടുക്കാം. സെൽഫായിട്ടല്ലേ, അവർക്ക് തന്നെ സ്വയമായിട്ട് വെബ്സൈറ്റ് വഴി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ടൈമിൽ എന്ത് ചെയ്തെടുക്കാം? അപ്പോയിന്റ്മെന്റ് നടത്താം അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്? അതും എന്താണ്? നെക്സ്റ്റ് പറയുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? എന്താണ്? പേഷ്യൻസിന് സെൽഫായിട്ട്, സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ടൈമില്, ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്തെടുക്കാം? ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ടൈമില് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദിവസത്തില് അവർക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ എന്താണ്? സെൽഫായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അതും എന്താണ്? ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പറയുന്നത്. ഇനി എന്താണ്?
മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. എന്താണ് നമ്മൾ കയറി ചെല്ലുന്ന ഫസ്റ്റ് കയറി ചെല്ലുന്ന ഹോസ്പിറ്റലിലോട് കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ കാണുന്നത്? ഏത് റൂമാ കാണാം? ഏത് റൂമാ കാണുന്നത്? ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്ന അത് റിസപ്ഷൻ ആണല്ലേ കാണുന്നത്. അപ്പൊ റിസപ്ഷൻ റൂം എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണം. അതുപോലെ എന്താണ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിടുക. ഡെക്കറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണം അല്ലെ. അടക്കും ചിട്ടയോട് കൂടി ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീനിങ് ആയിട്ട് വെക്കണം. അപ്പൊ എന്താണ് രോഗികൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ അടക്കും ചിട്ടയുമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് മനസ്സിലാകും അല്ലെ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ എന്താണ് അവിടെ കെയറിങ് കൊടുക്കുന്നതും ഇതുപോലെയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും എന്ന് മനസ്സിലാകും. അപ്പോ അവർക്ക് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? റിസപ്ഷൻ റൂമുകളെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതെന്താണ് അടുത്ത മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പറയുന്നത്. ഇനി എന്താണ്? പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്റ്റാഫ്സിന് എന്തുണ്ടാവും അവിടെ? ID കാർഡ് അല്ലെ. അതാണ് പറയുന്നത് നെയിം ടാഗ്സ് ഉണ്ടാവും. ഇനി എന്താണ്? കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഇപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റലിലോട്ട് ന്യൂ പേഷ്യൻസ് വരികയാണ്. അപ്പൊ ന്യൂ പേഷ്യൻസ് വരുമ്പോ അവർക്ക് അറിയാൻ പറ്റില്ല അല്ലെ പല ഡിപ്പാർട്ട്മെന്റും എവിടെയാണ്, അല്ലെങ്കിൽ ലാബ് എവിടെയാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, വാർഡ് എവിടെയാണ്, ക്യാൻറ്റീൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ന്യൂ പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് വരികയാണെങ്കിൽ അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെയും കൂടി അയക്കും. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെയാണ്. എന്താണ് പ്രത്യേക തരത്തിലുള്ള സ്റ്റാഫ് ഉണ്ടാവും അവിടെ. അപ്പോ ന്യൂ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവരുടെ കൂടെ അവർക്ക് എന്താണ് ലാബ് കാണിച്ചു കൊടുക്കുക, അതുപോലെ എന്താണ് അസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെ കൂടി വിടും. എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കാനായിട്ട്, ലാബ് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെയും കൂടി അയക്കും. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ലാസ്റ്റ് വൺ നോക്കിയേ. കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യൻസ് വിത്തിൻ 3 days ഫോർ their appointments. ഇപ്പോ എന്താണ് അഡ്മിറ്റ് ആയി, ഇപ്പൊ 3 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആയി പോകുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ്, പിന്നെന്താണ് ചിലപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അവരെ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ടെലിഫോണിലൂടെ വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. എങ്ങനെയുണ്ട്, ഇപ്പൊ ഹെൽത്ത് ബെറ്റർ ആയോ, എങ്ങനെയുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും 3 ദിവസത്തിനുള്ളിൽ. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയി പോകുന്ന, ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിനെയും, അതുപോലെ തന്നെ എന്താണ് അവിടെ കൺസൾട്ട് ചെയ്ത് ഓരോ ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെയും 3 ദിവസത്തിനുള്ളിൽ ഇവ എന്ത് ചെയ്യും? ടെലിഫോണിലൂടെ വിളിച്ചിട്ട് ഇന്റർവ്യൂസ് നടത്തും. എങ്ങനെയാണ് നിങ്ങളുടെ ഹെൽത്ത്, എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കും. അപ്പൊ എന്താണ് പേഷ്യൻസിന് എന്താണ് അവർ കെയർ ചെയ്യുന്നുണ്ട്, അവര് നിങ്ങളെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവര് എന്താണ് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു എന്താണ് ഒരു സന്തോഷം അല്ലെ, സംതൃപ്തി കിട്ടുമല്ലോ അവർക്ക്. അപ്പൊ ഇതൊക്കെ എന്താണ് പറയുന്നത്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നത്. എന്തൊക്കെയാ പറയുന്നത്? എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫുമാർക്ക്, അവിടുത്തെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിന് നല്ല രീതിയിൽ എന്താണ് പേഷ്യൻസിനെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറാനായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് കസ്റ്റമേഴ്സിന് അല്ലെ, ഹോസ്പിറ്റലിലുള്ള കസ്റ്റമേഴ്സ് ആരാ? പേഷ്യൻസ് ആണ്. അവർക്ക് എന്താണ് നല്ല രീതിയിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എടുക്കാനായിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേയ്സില്, പിന്നെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ടൈമില് ഇഷ്ടമുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ബുക്കിംഗ് സിസ്റ്റം ഒരുക്കുന്നുണ്ട്. പിന്നെന്താണ് റിസപ്ഷൻ നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇടണം എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നെയിം ടാഗ്സ് ഉണ്ടാവും.
അതുപോലെ എന്താണ് പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന് അവർക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്, ക്യാൻറ്റീൻ എങ്ങനെയാണ്, അതുപോലെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഇതൊന്നും അറിയാത്ത പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോ അവരുടെ കൂടി ഒരു സ്റ്റാഫിനെയും കൂടി അത് കാണിച്ചു കൊടുക്കാനായിട്ട് അയക്കും. പിന്നെന്താ പറയുന്നത്, ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഇപ്പോ ഇവിടെ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിനെയും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസിനും എന്താണ് 3 ദിവസത്തിനുള്ളിൽ ടെലിഫോൺ ഇന്റർവ്യൂ നടത്തും അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുകൾ ടെലിഫോൺ ഇന്റർവ്യൂസ് നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ബെറ്റർ എന്താണ് ഹെൽത്ത് ബെറ്റർ ആയിട്ടുണ്ടോ, മെഡിസിൻസിന്റെ വിവരങ്ങൾ, അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ കൂടുതലായിട്ടും കസ്റ്റമേഴ്സിന് സംതൃപ്തിയാണ് വരുന്നത് അല്ലെ, സന്തോഷം വരുന്നു, അവരെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ അവർക്ക് ബെറ്റർ കെയറിങ്, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്താണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഹോസ്പിറ്റൽസ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ ഇത് പഠിക്കാനായിട്ട്? ഓക്കെ ആണ്. ഇനി എന്താണ്, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോ മനസ്സിലാവാത്തവരുണ്ടെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം മിസ്. ഒന്ന് വായിച്ചു നോക്കട്ടാ. വായിച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. സെക്കൻഡ് പോയിന്റിന്റെ എന്താണ്, ഇതാണ് പറയുന്നത്, ഇഫ് ദ പ്രാക്ടീസസ് ഇസ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് ആണോ, എക്സാമ്പിൾ ആണോ പറഞ്ഞു തരേണ്ടത്? എക്സാമ്പിൾ എന്താണ്, ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. നമ്മളിപ്പോ എന്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഇൻകം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ലേ? അതിലെന്താണ്, റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, ലാൻഡ് വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ നടത്തണം, പ്രൊഡക്ഷൻ നടത്തി ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് ഇൻകം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അതാണ് അതിൽ പറയുന്നത് കേട്ടോ. പുതിയതായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇൻകവും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പറയുന്നത് എന്താണ്, ഗ്രോസ് ഇൻകത്തിൽ നിന്ന് അല്ലെ, നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ പുതിയതായിട്ടൊരു എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ 10% അതിലേക്ക് സ്പെൻഡ് ചെയ്യണം എന്നാ പറയുന്നത്. മനസ്സിലായോ കൺസെപ്റ്റ്? നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. എന്താണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കുറച്ച് പൈസ ഇറക്കണ്ടേ? അത് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്യാപിറ്റല് ഇൻവെസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയട്ടെ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നടപ്പിലാക്കുക അല്ലെ. ഒരു ഷെഡ്യൂള് നമ്മൾ നടപ്പിലാക്കണം. ഇപ്പൊ ഒരു പുതിയൊരു സർവീസ് തുടങ്ങുമ്പോ
അതിന്റെ ഉള്ളില് എന്താണ് ഇപ്പൊ നിങ്ങൾക്കൊരു എന്താണ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിനായിട്ട് ഒരു ടൈം ടേബിൾ തന്നു അല്ലെ, ഇന്ന പീരീഡ് ഇന്ന മിസ് ഇത്രയും തൊട്ട് ഇത്രയും വരെയും അല്ലെ, ഇത്ര ടൈമിംഗ് വരെയും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലെ. ടൈം ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ എന്താണ് ടൈം ടേബിളുകൾ നിങ്ങൾക്ക് തന്നു. ഒരു കോഴ്സ് തുടങ്ങുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് പ്രത്യേക രീതിയിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി തരും. ഇന്ന പീരീഡ് ഇന്ന മിസ്, അടുത്ത പീരീഡ് ഇന്ന മിസ്, ഇത്ര തൊട്ട് ഇത്ര വരെയാണ് 1 hour ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അത് തന്നെയാണ് ഇതിലും പറയുന്നത് കേട്ടോ. An implementation schedule is a timeline that shows which marketing actions will be done when and by whom. എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ, മാർക്കറ്റിംഗ് ആക്ഷൻസ് ആരിലൂടെ എപ്പോൾ, when and by whom, എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ടൈം ലൈൻ, സമയ രേഖയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് ഷെഡ്യൂൾ, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ക്ലിയർ ആയോ? എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ അല്ലെ, മാർക്കറ്റിംഗ് ആക്ഷൻസ് ആരിലൂടെ എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ള ടൈം ലൈൻ, സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. ക്ലിയർ ആയോ? ഒന്ന് അടിയിൽ വരച്ചോട്ടോ, ചിലപ്പോ ചോദിക്കാം എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. എന്താ പറയുന്നത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ള സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. When creating the schedule carefully, take into consideration how the activities will influence the current practice operations and whether they are enough resources to fulfill the necessary task. രണ്ട് കാര്യങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യണം അല്ലെ. ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഹൗ ദ, ഫസ്റ്റ് വൺ ആ പറയുന്നത്, ഹൗ ദ ആക്ടിവിറ്റീസ് will influence the current practices operations. എന്താണ്? ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർവീസ് തുടങ്ങുമ്പോൾ നിലവിലുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന സർവീസസുകളെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർവീസ് തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓൾറെഡി ഉള്ള അവിടെയുള്ള സർവീസസുകൾ ഉണ്ടാവുമല്ലോ, ഓൾറെഡി ഉള്ള ആ സർവീസസുകളെ ബാധിക്കുന്നുണ്ടോ, അത് ഒരു ഒന്നാമത്തെ കാര്യമാണ്, അത് ചെക്ക് ചെയ്യണം. അതുപോലെ എന്താണ്? whether they are enough resources to fulfill the necessary task. ഈ പുതിയ കാര്യം, പുതിയ സർവീസ് തുടങ്ങുമ്പോ അത് നടത്തി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസുകൾ ഉണ്ടോ? ആരൊക്കെയാണ് റിസോഴ്സസുകള്? സ്റ്റാഫുകൾ വേണം, ടൈം വേണം, അതുപോലെ മണി ആവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെ, ഈ സ്റ്റാഫ്, ടൈം, അതുപോലെ എന്താണ് മണി, ഇതൊക്കെ എന്താണ്? അവിടെ വേണ്ടി വരുന്ന റിസോഴ്സസ് ആണ് അല്ലെ, വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് ചെയ്യാനായിട്ട്, ഈ സർവീസ് ചെയ്യാനായിട്ടുള്ള വിഭവങ്ങള് അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? പുതിയ സർവീസ് തുടങ്ങുമ്പോൾ പഴയ ഓൾറെഡി ഉണ്ടായിരുന്ന സർവീസിന് അത് ബാധിക്കുന്നുണ്ടോ? ഇനി എന്താണ് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം? എന്താണ്? ഈ പുതിയ സർവീസ് തുടങ്ങുമ്പോൾ അതിന്റെ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടോ? ഏതൊക്കെയാണ് വിഭവങ്ങള്? സ്റ്റാഫ് വേണം, ടൈം വേണം, അതുപോലെ എന്താണ്, മണി വേണം. ക്ലിയർ ആയോ? ഇനി ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് ആക്ഷൻസ് അല്ലെ, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ള ടൈം ലൈൻ, സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്താ പറയുന്നത്? ആദ്യം നമ്മളൊരു ന്യൂ സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള സർവീസസുകളെ അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം.
അതുപോലെ എന്താണ് പുതിയ സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള വിഭവങ്ങൾ അവിടെയുണ്ടോ? ഏതൊക്കെയാണ് വിഭവങ്ങള്? സ്റ്റാഫുകള്, ടൈം, അതുപോലെ തന്നെ മണി, അത് അവിടെയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെയാണ്, ഡൗട്ട് ഇല്ല അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയട്ടെ, വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കട്ടാ, നെക്സ്റ്റ് പറയാവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കിയേ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. നമ്മൾ എന്ത് ചെയ്ത്? ഇവാലുവേഷൻ, വിലയിരുത്തുക അല്ലെ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ചെയ്തു, ഇനി അതിനെ വിലയിരുത്തണം. നോക്കിയേ, ഇവാലുവേറ്റ് പ്ലാൻസ് ഫ്രീക്വന്റ്ലി by comparing your progress with the implementation schedule. നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയൊരു കാര്യം അല്ലെ, പുതിയൊരു കാര്യം സർവീസ് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? പഴയ കാര്യവും അവിടെ ഉണ്ടാവുമല്ലോ, പഴയ ഓൾറെഡി ഉള്ള സർവീസുകളും അവിടെ ഉണ്ടാവും. അപ്പൊ ഈ പുതിയ കാര്യം കൊണ്ടുവരുമ്പോൾ പുതിയ കാര്യവും പഴയ കാര്യവും കൂടി കമ്പയർ ചെയ്യണം. പഴയ സർവീസും പുതിയ സർവീസും കൂടി കമ്പയർ ചെയ്ത് ഈ പുതിയ സർവീസ് കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, വിലയിരുത്തണം. മനസ്സിലായോ? പുതിയ കാര്യവും പഴയ കാര്യവും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ആ പുതിയ കാര്യം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രോഗ്രസ് എങ്ങനെയാണ്, പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തണം. എങ്ങനെയെല്ലാം വിലയിരുത്താം? അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്. സെവറൽ വേസ് യു ക്യാൻ ജഡ്ജ് ദ റിസൾട്ട് ഓഫ് യുവർ പ്രോഗ്രസ് അല്ലെ? കുറച്ച് വഴികളുണ്ട് ആ പ്രോഗ്രസ് നോക്കുന്നതിന് വേണ്ടിയിട്ട്. കുറച്ച് വഴികളുണ്ട്. എന്തൊക്കെയാണ്? പേഷ്യൻസ് സർവേ സ്കോർസ്. സർവേ, പേഷ്യൻസിനെ സർവേ ചെയ്ത സ്കോർസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോഗ്രസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? റെഫറൽ സോഴ്സ് അല്ലെ? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസുകൾ സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ആ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇൻക്രീസ്ഡ് ഇൻകം, അതിലൂടെ നമുക്ക് പുരോഗതി കണ്ടെത്താൻ പറ്റും. അതുപോലെ എന്താണ്? ഇൻക്രീസ് പേഷ്യൻസ് അല്ലെ? ന്യൂ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്താണ്? ആ സർവീസ് കൊണ്ടുവന്നപ്പോൾ ഉള്ള പുരോഗതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എന്താണ്? ഡിക്രീസ്ഡ് കംപ്ലൈൻസ്, കംപ്ലൈൻസിന്റെ കുറവ് മൂലം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ പ്രോഗ്രസ് അല്ലെ? അതിന്റെ പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം വഴികളാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ഇതിൽ പറയുന്നത് എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോഗ്രസ് പ്രോസസ്സിൽ പറയുന്നത് എന്താണ്? പുതിയ സർവീസും പഴയ സർവീസും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് പുതിയ സർവീസ് വന്നപ്പോൾ ഉണ്ടായ പ്രോഗ്രസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടോ എന്ന് വിലയിരുത്തണം. ഇനി പ്രോഗ്രസ് ഉണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് സെവറൽ വേസ് ഉണ്ട്, കുറച്ച് വഴികളുണ്ട്. ഏതൊക്കെയാണ്? പേഷ്യൻസിനെ സർവേ ചെയ്യുന്നത്, അതുപോലെ എന്താണ്? പേഷ്യൻസിന്റെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട്. ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, അതുപോലെ എന്താണ്? ഡിക്രീസ്ഡ് കംപ്ലൈൻസ്. ഇതാണ് സെവറൽ വേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതോടുകൂടി ഇതാണ് മാർക്കറ്റ് പ്ലാൻസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് കേട്ടാ. എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? എന്താ പഠിക്കാൻ പോകുന്നത്? മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ?
ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത്ര വരെ ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ നിങ്ങള്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ മിസ്. എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെ? എന്താ മാർക്കറ്റിംഗ് മിക്സ്? എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താ? ഏതൊക്കെയാണ്? 4 P's അല്ലെ നമ്മൾ പഠിച്ചു അല്ലെ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിച്ചു, മാർക്കറ്റിംഗ് മിക്സ് അല്ലെ, 4 P's ഓഫ് മാർക്കറ്റിംഗിനെ പറ്റി പഠിച്ചു അല്ലെ? ഓക്കെ, പറയാം ഏതൊക്കെയാണ്? പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്, പിന്നെന്താണ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ 4 P's. ഏതാ ഒരു P? ഏതാ? എന്താ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, പ്രൊഡക്റ്റ്. ഓക്കെ, 4 P's ഓഫ് മാർക്കറ്റിംഗ്. അപ്പോ എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താ പറഞ്ഞത്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താ? എന്തായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? തന്ത്രങ്ങൾ മെനയൽ അല്ലെ? ഇനി ഓക്കെ, തന്ത്രങ്ങൾ മെനയൽ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ട്രാറ്റജീസിന്റെ ഒരു മിക്സിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ് 4 സ്ട്രാറ്റജീസ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എന്താണ് പ്രമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചില്ലേ നമ്മള്? അപ്പോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 സ്ട്രാറ്റജീസിന്റെ ഒരു മിക്സിംഗ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് മിക്സിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? ആൾക്കാരിലേക്ക് അത് എത്തിക്കണം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് അത് സാധിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. Marketing communications consist of number of elements. അപ്പോ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഏതിലൂടെയെല്ലാം ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്താണ്? സർവീസ്. അപ്പൊ ന്യൂ സർവീസ് കൊടുക്കുമ്പോൾ എങ്ങനെയെല്ലാം ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വഴി ഏത് മീഡിയാസ് വഴിയൊക്കെ നമുക്ക് എത്തിക്കാം എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മീൻസ് അഡ്വർടൈസിങ് അല്ലെ? അഡ്വർടൈസിങ് വഴി ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെ? വ്യക്തിഗത വിൽപ്പന. പിന്നെന്താണ് സെയിൽസ് പ്രമോഷൻ. സെയിൽസ് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപണിയുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ എന്താണ് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അതുപോലെ എന്താണ് സൈബർ മാർക്കറ്റിംഗ്. സൈബർ മാർക്കറ്റിംഗ് എന്താ? സൈബർ മാർക്കറ്റിംഗ് എന്താ? എങ്ങനെയാണ് നടത്തുന്നത് സൈബർ മാർക്കറ്റിംഗ്?
വെരി ഗുഡ്. ഓൺലൈൻ വഴി നടത്തുന്നത് അല്ലെ. ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, അതുപോലെ എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, സൈബർ മാർക്കറ്റിംഗ് ഉണ്ട്. ഇതിലൂടെ എല്ലാം ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണോ അത് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ മിക്സ് ആണ് എന്ന് പറയുന്നത്. അതിന്റെ ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഏതിലൂടെ എല്ലാം ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വർടൈസിംഗിലൂടെ, അതുപോലെ എന്താണ് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ, പിന്നെന്താണ് സെയിൽസ് പ്രൊമോഷനിലൂടെ, അതുപോലെ പബ്ലിസിറ്റി വഴി കൊടുക്കാം, ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി കൊടുക്കാം, അതുപോലെ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഏതിലൂടെയൊക്കെ എല്ലാം ആ ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസുകൾ എത്തിക്കാനായിട്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കേട്ടോ. ഇനി എന്താ പറയുന്നത്? ഇനി നോക്കിയേ, എങ്ങനെയെല്ലാം ഏതൊക്കെ മെത്തേഡിലൂടെയെല്ലാമാണ് നമ്മള് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ് ആർ ഹെൽത്ത് education camps, awareness programs for consumers, medical camps, website marketing to different referral avenues such as corporates, insurance companies, smaller healthcare organization, alluring international patients through medical tourism and promotional package for various occasions. എന്താ പറയുന്നത്? നമ്മള് ഇപ്പോ ഈ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡുകൾ അല്ലെ. ഇപ്പൊ എന്താ പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സ്. അപ്പോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സിലൂടെ എന്താണ് പുതിയ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ എന്താണ് അവയർനെസ് പ്രോഗ്രാംസ് വഴി അല്ലെ. അതുപോലെ എന്താണ് കസ്റ്റമേഴ്സിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ്സിലൂടെ എത്തിക്കാൻ പറ്റും. വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അല്ലെ, ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ജനങ്ങളിലേക്ക് എങ്ങനെയെല്ലാം എത്തിക്കാം, ഏത് മെത്തേഡിലൂടെ എല്ലാം ഈ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയാണ്, എന്നുള്ള മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പിലൂടെ, അതുപോലെ തന്നെ എന്താണ് അവയർനെസ് പ്രോഗ്രാംസിലൂടെ, ഫോർ എന്താണ് കമ്മ്യൂണിക്കേഷൻ കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പ്സ് വഴി എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് വെബ്സൈറ്റ് മാർക്കറ്റിംഗിലൂടെ, ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെ ഒക്കെ ജനങ്ങളിലേക്ക് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂ സർവീസ് എങ്ങനെയെല്ലാമാണ്, അതിന്റെ പ്രത്യേകത എന്തെല്ലാമാണെന്നൊക്കെ നമുക്ക് അതിലൂടെ കൊടുക്കാനായിട്ട് പറ്റും, ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ എന്താണ് കോർപ്പറേറ്റ്സ്, സംഘടനകളുണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, അതുപോലെ സ്മോളർ ചെറുകിട ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുമായിട്ട് ഈ എന്താണ് ഹോസ്പിറ്റൽസ് ഒരു ടൈപ്പ് ആയിരിക്കും അല്ലെ. ടൈപ്പ് നടത്തിയിട്ട് അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് പുതിയ സർവീസുകൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഇപ്പോ ഇന്റർനാഷണൽ പേഷ്യൻസ് അല്ലെ, പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോഷണൽ പാക്കേജ് വഴി ഇവിടെ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള സർവീസ് അത് കണ്ടുകൊണ്ട് അവർ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റുകൾ നടത്താറില്ലേ? ടൂറിസത്തിലൂടെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്പായൊക്കെ നടത്തുന്നത്, കുളിച്ചിൽ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പുറത്തുനിന്നുള്ള പേഷ്യൻസ് അല്ലെ, ഇന്റർനാഷണൽ പേഷ്യൻസുകൾ ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരിലേക്ക് അത് എത്തുന്നുണ്ട് അല്ലെ. എന്താണ് ഇങ്ങനെ വെബ്സൈറ്റിലൂടെ, വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് ടൂറിസം പാക്കേജിലൂടെ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇന്റർനാഷണൽ പേഷ്യൻസ് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ പോയിന്റുകൾ. ഇനി എന്താണ് effective marketing? Hospital marketing is fulfilled by developing smart and sensible advertising and marketing campaigns. എന്താ പറയുന്നത്? ഫലപ്രദമായ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ സമർത്ഥമായും, സ്മാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായും, അതുപോലെ വിവേകപൂർണവുമായ, സെൻസബിൾ എന്ന് പറഞ്ഞാല് വിവേകപൂർണമായ പരസ്യ വിപണി ക്യാമ്പയിനുകൾ വികസിപ്പിക്കണം.
എന്താ പറയുന്നത്, ആഡുകൾ, നമ്മളെ ആഡുകൾ ചെയ്യുമ്പോൾ എന്താണ് അവരിലേക്ക് അത് എത്തിക്കുന്നുണ്ട് അല്ലെ. പല രീതിയിൽ കസ്റ്റമറെ അട്രാക്ട് ചെയ്ത് നമ്മുടെ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് കൊടുക്കാൻ പോകുന്ന ന്യൂ സർവീസുകൾ ഇതാണ് എന്നുള്ളത് ആ ആഡ് കാണുമ്പോൾ തന്നെ കുറച്ച് ടൈം കൊണ്ട് അവർക്ക് അത് മനസ്സിലാകണം, ആ കൺസെപ്റ്റ് അവരിലേക്ക് എത്തണം. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, സമർത്ഥമായും അതുപോലെ തന്നെ സെൻസിബിൾ ആയിട്ട് ആയിരിക്കണം ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിലേക്ക് ന്യൂ സർവീസുകൾ അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് പെട്ടെന്ന് അവർക്ക് സെൻസ് ചെയ്യാനും അത് കുറച്ച് ടൈമിനുള്ളിൽ പെട്ടെന്ന് അവർക്ക് അവരുടെ മൈൻഡിലേക്ക് സെൻസ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അത് ഇനി എന്താണ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് എ വെൽ സ്ട്രക്ചർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ്സ് പ്രസ് റിലീസ്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് അല്ലെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഏതിലൂടെയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാം? പ്രസ് റിലീസ് അല്ലെ. എന്താണ് പ്രസ് റിലീസ് എന്ന് പറഞ്ഞാല്? പത്രക്കുറിപ്പുകള്, അതുപോലെ പ്രിന്റുകള്, ടെലിവിഷൻ വഴി, റേഡിയോ വഴി, അതുപോലെ എന്താണ് ഓൺലൈൻ വഴിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, മനസ്സിലായോ? അത് ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും ഉള്ളൂ മാർക്കറ്റിംഗ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അപ്പോ നെക്സ്റ്റ് ദിവസം വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മിസ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ തുടങ്ങി എടുക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിന്റ് ഔട്ട് ഇല്ല എല്ലാവരുടെയും കയ്യില്? ഓക്കെ, പ്രിന്റ് ഔട്ട് ഇല്ലാത്തവർ എടുത്തു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഡേ തുടങ്ങി മിസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.